എരിയും മെഴുതിരി പോൽ നൽകിയിടുന്നു ബലിയാകുവാൻ. ഈ ബലിവേദിയിൽ അണയാം നവജനമായി. എരിയും മെഴുതിരി പോൽ നൽകിയിടുന്നു ബലിയാകുവാൻ. ദൈവപിതാവിൻ സന്നിധിയിൽ സുതനോട് ചേർന്നൊരു ബലിയാകുവാൻ. ആത്മാവിൻ ചൈതന്യധാരയാവാൻ വരവിന്നീകളേ. ദൈവപിതാവിൻ സന്നിധിയിൽ സുതനോട് ചേർന്നൊരു ബലിയാകുവാൻ. ആത്മാവിൻ ചൈതന്യധാരയാവാൻ വരവിന്നീകളേ. ഈശോയിൽ പ്രിയമുള്ളവരെ, പള്ളിയിൽ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. മാസ്ക് എല്ലാവരും അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് വെച്ചോളുക. ഒരുമിച്ച് നിൽക്കുന്നതാണ്. കുറച്ച് പേരെ ഉള്ളെങ്കിൽ പോലും മാക്സിമം അകന്നു നിൽക്കാവുന്ന ഇടങ്ങളിൽ പരമാവധി അകന്നു നിൽക്കാവുന്നെങ്കിൽ പുറകോട്ടൊക്കെ നീങ്ങിയൊക്കെ നിന്നോളുക. നമ്മൾ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ യാതൊരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും രോഗം പകരാനൊന്നും ഇടവരരുത്. പരിശുദ്ധ അമ്മ നമ്മളെ സംരക്ഷിക്കുമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കണം. തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മൾ ഈ ബലി അർപ്പിച്ച് തമ്പുരാന് നമ്മൾ നന്ദി അർപ്പിക്കുകയാണ്. ഓരോ വർഷവും പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഒരു അമ്മയെ നമുക്ക് നൽകിയതിന് തമ്പുരാന് നന്ദി അർപ്പിക്കുകയാണ്. വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടുമൊക്കെ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വയ്ക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ഇടവകയുടെ, നമ്മുടെ അയൽക്കാരുടെ, നാനാജാതി മതസ്ഥരായ നമ്മുടെ സുഹൃത്തുക്കളുടെ, സഹോദരങ്ങളുടെ, നമ്മുടെ ഈ നാടിൻ്റെ പെരുമ്പാവൂർ പട്ടണത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ചേർത്ത് വെച്ച് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയെല്ലാം തമ്പുരാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടും സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ
രാജ്യം ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന അങ്ങയുടെ മക്കളായ ഞങ്ങളെ ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയപ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. ഈ തിരുനാൾ നന്ദിയോടും സ്നേഹത്തോടും കൂടെ അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് ശക്തി പകരണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിനുമെന്നും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും ശ്രേഷ്ഠാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്യനു നിത്യമഹോന്നതമം ഉദ്ധാനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും
ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. തിരുവചനം കേൾക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആ വചനത്തിൻ്റെ അർത്ഥവും ആഴവും അറിയാനായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ആ വചനത്തിൻ്റെ ആഴവും അർത്ഥവും അറിയാൻ അതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 17-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? അബ്രാഹം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. ദൈവമായ കർത്താവിന് സ്തുതി. എന്റെ സഹോദരരെ, ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നിന്നുള്ള വായന. 1-ാം അധ്യായം 1 മുതൽ 3 വരെയും 2-ാം അധ്യായം 16 മുതൽ 18 വരെയുമുള്ള തിരുവചനങ്ങൾ. ഗുരു മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും
സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല, അബ്രാഹത്തിന്റെ സന്തതിയെയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനം മണ്ണിൽ മനുഷ്യൻ രക്ഷാദായക മാർഗം. ദൈവവചനം മണ്ണിൽ മനുഷ്യൻ രക്ഷാദായക മാർഗം. മനുഷ്യപുത്രൻ പകർന്നു തന്ന ജീവദായക വചനം. ജീവദായക വചനം. ദൈവപുത്രൻ മണ്ണിൽ മനുഷ്യൻ രക്ഷാദായക. ധ്യാനലീനരായി വചന വഴി നീങ്ങാം. ധ്യാനലീനരായി വചന വഴി നീങ്ങാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1, 5 മുതൽ തിരുവചനങ്ങൾ. ഹെറോദ്യസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും
ഏലിയായുടെ ചൈതന്യത്തോട് ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാനിതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്രിയായി കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രിയയ്ക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവനേതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ മുൻപിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയമുള്ളവരെ, തിരുസഭ യേശുവിൻ്റെ ആഗമനത്തിന് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന കാലമാണ്. യേശു മനുഷ്യനായി അവതരിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് ഓരോ വർഷവും സഭ പ്രാർത്ഥിച്ചൊരുങ്ങി ആഘോഷപൂർവം നമ്മുടെ ഇടയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെ, അവൻ്റെ കൃപയെ, കരുണയെ, ശക്തിയെ എല്ലാം അനുസ്മരിക്കുകയാണ് ക്രിസ്മസിലൂടെ ചെയ്യുന്നത്. അതിനൊരുങ്ങുന്ന കാലഘട്ടം ആരംഭിക്കുകയാണ് ഇന്നു മുതൽ. ഈ മംഗളവാർത്താക്കാലം എന്ന് നമ്മുടെ സഭ പേര് വിളിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ. ഡിസംബർ മാസം 8-ാം തീയതിയാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ഇടവകയിൽ എല്ലാ വർഷവും നവംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് സമർപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് ദൈവം പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അമലോത്ഭവയായ മറിയമായിട്ട് അവളെ പാപത്തിൻ്റെ കറയേശാതെ, സാധാരണ മനുഷ്യർക്ക് ഉള്ള പാപത്തിൻ്റെ കറയൊന്നും ഏശാതെ ദൈവം തൻ്റെ പുത്രന് മാതാവാകുവാനായിട്ട് പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തു. ആ അമ്മയുടെ തിരുനാളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ്, അത് ജീവിതം മുഴുവൻ അതിനനുസരിച്ച് ജീവിച്ചുകൊണ്ട്, ആ തിരഞ്ഞെടുപ്പിന് യോജ്യമായ വിധം ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ മഹനീയ വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത്. വിശുദ്ധരുടെ എല്ലാം രാജ്ഞി, ദൈവത്തിൻ്റെ മാതാവാകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി, നമുക്കെല്ലാം അമ്മ. ആ പരിശുദ്ധ അമ്മയുടെ ആ മാതൃക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും, ആ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് തമ്പുരാൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും, അമ്മയിലൂടെ തമ്പുരാൻ്റെ അനുഗ്രഹം പ്രാപിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ തിരുനാൾ നടത്തുന്നത്. പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ നമ്മുടെ വണക്കത്തിനായിട്ട് ഉയർത്തപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ആ അമ്മ നൽകുന്ന ജീവിത മാതൃക നമുക്കെല്ലാം മാതൃകയാകേണ്ടതാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്തത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുന്ന പരിശുദ്ധ അമ്മ, ആ പരിശുദ്ധ അമ്മയുടെ ചൈതന്യമാണ് നമുക്ക് പിന്തുടരേണ്ടത്. ദൈവം നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തതാണ്.
ഓരോ വ്യക്തിക്കും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ട്. ദൈവത്തിൻ്റെ ചില പദ്ധതികൾ പൂർത്തിയാക്കാനായിട്ടുള്ള കടമ ഓരോ വ്യക്തിക്കുമുണ്ട്. പരിശുദ്ധയമ്മ എങ്ങനെയാണോ തൻ്റെ ആ കടമ നിർവഹിച്ചത്, അത് മാതൃകയാക്കാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം, പരിശുദ്ധ അമ്മ ലോകം മുഴുവൻ്റെ മുമ്പിൽ വണങ്ങപ്പെടുന്ന വ്യക്തിയാണ്. ബൈബിളിലും ഖുറാനിലുമെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേർന്ന യേശുവിൻ്റെ മാതാവായി തമ്പുരാന്റെ പദ്ധതി പൂർത്തിയാക്കിയ പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മയെ നമ്മൾ മാതൃകയാക്കാനുള്ള പ്രചോദനം ഈ തിരുനാൾ അവസരത്തിൽ നമ്മൾ നേടിയെടുക്കണം. നമ്മൾ തിരിച്ചറിയണം എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്. ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിന് ഓരോരുത്തർക്കും തന്നോട് തന്നെ ചോദിക്കണം, എന്നെക്കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാനത് എപ്രകാരം നിർവഹിക്കും? ഞാനതെങ്ങനെ തിരിച്ചറിയും? അത് തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ തിരുവചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കുമ്പസാരിക്കുന്നതും കുർബാന സ്വീകരിക്കുന്നതും ആത്മീയ കാര്യങ്ങൾ പങ്കുചേരുന്നതുമൊക്കെ. ഇത് തിരിച്ചറിയാനാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് ചിലപ്പോഴൊക്കെ അതിനെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ്, ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എന്നുള്ള ആ ഓർമ്മപ്പെടുത്തൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് മറന്ന് ജീവിക്കുന്ന അവസ്ഥ വരും. ദൈവത്തെ ജീവിതത്തിൽ തിരിച്ചറിയാത്ത അവസ്ഥ വരും. അപ്പം അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മേളങ്ങളും ആഘോഷങ്ങളും ഒന്നും ഇല്ലാതെയാണ്, വളരെ ലളിതമായിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നതെങ്കിൽ പോലും ഈ തിരുനാളിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചോദിക്കേണ്ട അനുഗ്രഹം, തമ്പുരാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കാനായിട്ട്, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ തിരുത്തണം. അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈ തിരുനാൾ അവസരത്തിൽ പരിശുദ്ധ അമ്മയോട് യാചിച്ചു പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ യേശുവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന കാലഘട്ടമാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട തിരുവചനത്തിൽ സക്കറിയായ്ക്ക് ഉണ്ടാകുന്ന, സ്നാപക യോഹന്നാന്റെ പിതാവായിട്ട് സക്കറിയായ്ക്ക് ഉണ്ടാകുന്ന ആ ദർശനവും അനുഭവങ്ങളും ഒക്കെയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ മുമ്പിൽ അനുദിനം പ്രാർത്ഥിച്ചിരുന്നവരാണ് എലിസബത്തും സക്കറിയായും എലിസബത്തും. ദൈവത്തിൻ്റെ മുമ്പിൽ അനുദിനം ഒരു മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നവരാണ്. ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന ഏറ്റവും വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്ത, ദൈവത്തിൻ്റെ പദ്ധതി അവനോട് പറഞ്ഞിട്ട് അത് വിശ്വസിക്കാതെ സംശയിച്ചു എന്നുള്ളതാണ് സക്കറിയ ചെയ്ത ഒരു തെറ്റ്. അതുകൊണ്ട് സക്കറിയായോട് പറഞ്ഞു, നീ കുറച്ച് നാൾ മൂകനായിരിക്കുക, കുഞ്ഞിൻ്റെ ജനനം വരെ നീ മൂകനായിരിക്കുക. ദൈവം കൊടുത്ത ശിക്ഷയാണ്. ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നിട്ട് പോലും ദൈവം തന്നിലൂടെ പ്രവർത്തിക്കുന്നത് തിരിച്ചറിയാതെ പോയതിന് ദൈവം കൊടുത്ത ശിക്ഷ. എല്ലാ വർഷവും നമ്മൾ ഈ വായനയോടുകൂടിയാണ് തുടങ്ങുന്നത്. വായിച്ച് കടന്നു പോകുമ്പോൾ സക്കറിയായെ മാത്രമല്ല നമ്മളെയും ചിലപ്പോഴൊക്കെ ദൈവം ശിക്ഷിക്കാറുണ്ട്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ചോദിക്കുന്നതിൽ കൂടുതലല്ല നമ്മുടെ ജീവിതത്തിൽ തന്നിട്ട് അത് തിരിച്ചറിയാതെ, നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയാതെ, നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാതെ നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോഴെല്ലാം ദൈവം നമ്മളെ ശിക്ഷിക്കാറുണ്ട്. അത് വീണ്ടും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് തിരിച്ചറിയണം,
നമ്മുടെ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിയുള്ളവരും സ്നേഹമുള്ളവരും കരുണയുള്ളവരും ഒക്കെ ആയിട്ട് ജീവിക്കാം. പുതിയൊരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കാം. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് ആഴത്തിൽ വളരാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കണം. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ് വളരാനായിട്ടുള്ള അനുഗ്രഹം ഈ നോമ്പുകാലം നമുക്ക് നൽകട്ടെ. തമ്പുരാൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി പൂർത്തിയാക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ആദത്തിന്റെ പാപം മൂലം അധംപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ മിശിഹായെ സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃരാജ്യത്തിനും നിന്റെ ശാന്തിയും സമാധാനവും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ലോകത്തിന്റെ പ്രകാശവും മനുഷ്യവർഗത്തിന്റെ ഗുരുനാഥനുമായ മിശിഹായെ സകല ജനങ്ങളെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സുവിശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ എല്ലാ യാചനകളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. കരുണാനിധിയായ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരുപുത്രൻ്റെ ആഗമനത്തെ അനുസ്മരിച്ചുകൊണ്ട് വീണ്ടും ഒരു നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങയുടെ തിരുപുത്രന് മാതാവാകുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ ചൈതന്യം നിറഞ്ഞ് ഞങ്ങളും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കിടവരുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും നാട്ടിലുമെല്ലാം അങ്ങയുടെ കൃപയും കാരുണ്യവും വർഷിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെയും ലോകം മുഴുവനെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സഭയിലും രാഷ്ട്രത്തിലും ലോകം മുഴുവനിലും ഉണ്ടാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. മനസ്സൊരുങ്ങി നാഥ കാഴ്ചയേകാന ഒരുമയോടി ബലിയിൽ ഒന്നു ചേരാന ഈ യാഗവസ്തുക്കളിന്നിവിടെ നാഥന്റെ കൈകളിലേകാ ഈ യാഗവസ്തുക്കളിന്നിവിടെ നാഥന്റെ
കൈകളിലേക ജീവിതം കാഴ്ചയായേകാൻ ബലിയായി സ്വീകരിക്കൂ ഈ നിമിഷം അനുഗ്രഹിക്കൂ ബലിയായി സ്വീകരിക്കൂ ഈ നിമിഷം അനുഗ്രഹിക്കൂ. സാധനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോൽ എന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. നമ്മുടെ വിശ്വാസം നമുക്ക് ഭക്തിയോടും സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന നമ്മുടെ കരങ്ങൾ വഴി പൂർത്തിയാകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിക്കൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു. സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു.
ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു. സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന 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 ദാവീദിൻ സൂനുവിൻ ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ ഓർമ്മ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. സർവശക്തനായ ഞങ്ങളുടെ പൊന്നുതമ്പുരാനെ, മക്കളായ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹവും കരുണയുമെല്ലാം ഞങ്ങളുടെ മേലങ്ങ് വർഷിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യാസികളെയും അൽമായ പ്രേക്ഷിതരെയും യുവതി യുവാക്കളെയും കുഞ്ഞുമക്കളെയും മാതാപിതാക്കളെയും രോഗികളായി കഴിയുന്നവരെയും വേദന അനുഭവിക്കുന്നവരെയും ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരെയും പാപത്തിനും പൈശാചിക ബന്ധനത്തിനൊക്കെ അടിപ്പെട്ട് കഴിയുന്നവരെയും എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ നാടിനെ നയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ആദിമസഭയിലേക്ക് അങ്ങ് പരിശുദ്ധാത്മാവിനെ അയച്ചവരെ ശക്തിപ്പെടുത്തിയതുപോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അങ്ങയുടെ കുറവുകൾ നികത്തുന്നവനായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ ദിവ്യരഹസ്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരിലും നിറയാനായിട്ട് നമുക്ക് യാചിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ്
എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇത് ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഈ രഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനു മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ അപ്പം നിന്നെ തേടി ഭൂമിയിൽ വന്നിതാ നിൽക്കുന്നു. ജീവന്റെ അപ്പം നിന്നെ തേടി ഭൂമിയിൽ വന്നിതാ നിൽക്കുന്നു. ജീവന്റെ അപ്പം നിന്നെ തേടി ഭൂമിയിൽ വന്നിതാ നിൽക്കുന്നു. സ്തുതി പാടുക മനമേ, സ്തുതി പാടുക മനമേ, ആത്മാവിൽ ആരാധനയേകൂ. ആരാധന പരിശുദ്ധം പരമകാരുണ്യം സ്തുതിയും പുകഴും ആരാധനയും നിനക്കല്ലോ എന്റെ നാഥ. ജീവന്റെ അപ്പം നിന്നെ തേടി ഭൂമിയിൽ വന്നിതാ നിൽക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും
അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്വർഗീയ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്കൊക്കെ മാപ്പപേക്ഷിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഭവനങ്ങളിൽ കഴിയുന്നവർ ആത്മനാ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുക. തമ്പുരാൻ്റെ സ്നേഹവും കരുണയുമെല്ലാം നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊന്നു ചേർന്ന് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തി, മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അത്യുന്നതനായിരിക്കെ തന്നെ തന്നെ വിനീതനാക്കി കനികാമറിയത്തിൽ നിന്ന് അവിടുന്ന് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യങ്ങളിൽ തന്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമുക്കും അവിടുത്തെ പാടി പുകഴ്ത്താം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവേ, നിന്റെ ശരീരവും രക്തവും നീ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിന്റെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. എനിക്കായി കരുതുന്ന സ്നേഹം, സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യം. എനിക്കായി കരുതുന്ന സ്നേഹം, സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യം. കരുതലായി എൻ്റെ അരികിലെത്തും ദിവ്യകാരുണ്യമായി ജീവമന്നായി. എനിക്കായി എൻ്റെ അരികിലെത്തും ദിവ്യകാരുണ്യമായി ജീവമന്നായി. എനിക്കായി കരുതുന്ന സ്നേഹം, സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യം.
നിത്യജീവൻ നൽകും പരമസ്നേഹകാരുണ്യമേ എന്നുള്ളിൽ വാഴേണമേ. നിത്യജീവൻ പകരും പരമസ്നേഹകാരുണ്യമേ എന്നുള്ളിൽ വാഴേണമേ. നിൻ ജീവൻ പകരേണമേ. സൗഖ്യദായക ജീവകാരുണ്യമേ നിൻ മാംസരക്തം ഭോജ്യമായി നൽകി. സൗഖ്യദായക ജീവകാരുണ്യമേ നിൻ മാംസരക്തം ഭോജ്യമായി നൽകി. ബലിയായി തീർന്നൊരി അടിയങ്ങൾക്കാ എന്നു നീ ഓസ്തിയിൽ വാഴുന്നു. നീ ബലിയായി തീർന്നൊരി അടിയങ്ങൾക്കായി എന്നു നീ ഓസ്തിയിൽ വാഴുന്നു. നീ നിത്യജീവൻ പകരും സ്നേഹകാരുണ്യമേ എന്നുള്ളിൽ വാഴേണമേ. നിത്യജീവൻ പകരും പരമസ്നേഹകാരുണ്യമേ എന്നുള്ളിൽ വാഴേണമേ. നിൻ ജീവൻ പകരേണമേ. ഓസ്തിരൂപനേ ദിവ്യകാരുണ്യമേ എൻ ഹൃത്തിൽ വാഴാൻ കൊതിക്കും. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിന്റെ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. തമ്പുരാന്റെ സ്നേഹവും കരുണയെല്ലാം ഓർക്കാം. അവിടുത്തെ വിരുന്നു മേശയിൽ നമ്മളെ അവിടുന്ന് ഒരുമിച്ച് ചേർത്തു. തൻ്റെ ശരീരവും രക്തവും അവിടുന്ന് നമുക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകി. ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മളെ നിറച്ചു. വരങ്ങളും ദാനങ്ങളും നമ്മളിലേക്ക് ചൊരിഞ്ഞു. തിരുവചനത്തിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. തമ്പുരാൻ്റെ സ്നേഹം അവർണ്ണനീയമായ ദാനമാണ്.
ഓരോ നിമിഷവും വിശുദ്ധ ബലിയിലൂടെയും മറ്റുമെല്ലാം അവിടുന്ന് നമ്മളിലേക്ക് വർഷിക്കുന്നത്. ആ തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് നിൽക്കാം. നമ്മുടെ എല്ലാ പദ്ധതികളും പ്രവർത്തനങ്ങളും തമ്പുരാൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും തമ്പുരാൻ്റെ മഹത്വത്തിനുമായി തീരാനായിട്ട് അനുഗ്രഹം യാചിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുത്തെ മഹത്വത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി നമുക്ക് തലകുനിച്ച് പ്രാർത്ഥിക്കാം. കർത്താവാം മിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായു സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം പരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് ഇരിക്കണം. ഇന്നേ ദിവസം ജന്മദിനാഘോഷിക്കുന്നവർ പൊരുന്നേടം തെരേസ, വിവാഹവാർഷികം കളപ്പുരയ്ക്കൽ ജിൻസൺ ആൻഡ് അനു. ജന്മദിനാഘോഷിക്കുന്നവർക്കും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശംസകൾ നേരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അടുത്ത കുർബാന 8:30 തുടർന്നുള്ള കുർബാന 10:30 വൈകിട്ട് 5 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയാണ്. തുടർ പ്രസംഗവും പ്രദക്ഷിണവും എല്ലാമായിട്ട് ആഘോഷമായിട്ട് നമ്മൾ നടത്തുകയാണ്. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കോവിഡ് മാനദണ്ഡങ്ങൾ ആരും ലംഘിച്ചേക്കരുത്. കൂട്ടം കൂടി നിന്ന് വർത്തമാനം പറയാതിരിക്കാൻ ശ്രദ്ധിച്ചേക്കണം. പള്ളി കോമ്പൗണ്ടിൽ പ്രവേശിക്കുമ്പോൾ നിർബന്ധമായും മാസ്ക് ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം മാസ്ക് നമുക്ക് നൽകുന്ന സംരക്ഷണം വളരെ വലുതാണ്. അതുകൊണ്ടാണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പോകുമ്പോഴും കൈകൾ സാനിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചേക്കണം. യാതൊരു കാരണവശാലും കയ്യിലോ മൂക്കിലോ വായിലോ ഒക്കെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പനി, ചുമ, ജലദോഷം, ശ്വാസതടസ്സം, മണം, രുചി ഇവയില്ലാത്ത അവസ്ഥ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ
യാതൊരു കാരണവശാലും പള്ളിയിലേക്ക് വരാതിരിക്കുക. എങ്ങാനും പള്ളി വരുമ്പോൾ അങ്ങനെ തോന്നിയാൽ ഉടനെ തന്നെ തിരികെ പോകാനായിട്ട് ശ്രദ്ധിച്ചേക്കുക. സാമൂഹിക അകലം പാലിക്കുന്ന കാര്യത്തിലും മാസ്ക് ധരിക്കുന്ന കാര്യത്തിലും ഒരു വീഴ്ചയും വരുത്തിയേക്കരുത്. KCYM-ലെ അംഗങ്ങളാണ് പള്ളിയിലേക്ക് വരുന്നവരുടെ പനി നോക്കുന്നതും കോവിഡ് മാനദണ്ഡങ്ങളനുസരിച്ചുള്ള റെക്കോർഡ് എഴുതുന്നതും മറ്റുമെല്ലാം ചെയ്യുന്നത്. അവരോടെല്ലാവരും സഹകരിക്കണം. കാരണം നീ ആരാ എൻ്റെ പനി നോക്കാനെന്നൊന്നും ചോദിച്ചേക്കരുത്. അവരോട് സഹകരിച്ച് വേണം പള്ളിയകത്തേക്ക് വരാനും പോകാനും ഒക്കെ. രാവിലെ മുതൽ മുടി എഴുന്നള്ളിക്കാനുള്ള സൗകര്യമുണ്ട്. അത് നടത്തുമ്പോഴും കൈകളൊക്കെ സാനിറ്റൈസ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾ, ഈ എല്ലാ തിരുക്കർമ്മങ്ങളും ഇന്ന് മുഴുവൻ കുർബാനകളും മെട്രോ ന്യൂസ് ചാനലിൽ അവർ പ്രസിദ്ധീകരിച്ചുകൊള്ളാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരള വിഷൻ നെറ്റ്വർക്കിൽ ചാനൽ നമ്പർ 32-ഉം 10 നെറ്റ്വർക്കിൽ 619-ലുമാണ്. മെട്രോ ന്യൂസിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മളുടെ ഡിസംബർ 1-ാം തീയതി നോമ്പ് കാലമാകുകയാണ്. എല്ലാ വർഷത്തെയും പോലെ നമ്മൾ ഭക്തിപൂർവ്വം നോമ്പ് ആചരിക്കുക. ഓരോരുത്തരും സാധിക്കുന്ന പോലെ നോമ്പ് അനുഷ്ഠിക്കുക. 60 വയസ്സ് കഴിഞ്ഞവർ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ നോമ്പെടുക്കേണ്ട. മറ്റുള്ളവർ നമ്മൾ നോമ്പെടുത്ത് ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങണം എന്ന് ഓർപ്പിക്കുന്നു. ആഘോഷങ്ങളൊക്കെ 25-ാം തീയതി വരെ, 1-ാം തീയതി മുതൽ 25 വരെ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടുള്ളതാണ്. സാധാരണ അതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ വർഷം ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഡിസംബർ മാസം വചന പാരായണത്തിൻ്റെ മാസമായിട്ടാണ് വച്ചിട്ടുള്ളത്. ഡിസംബർ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള എല്ലാ ദിവസവും അരമണിക്കൂർ നേരം തിരുവചനം വായിക്കണം. അതിനുള്ള ഭാഗങ്ങളും മറ്റുമെല്ലാം വാട്സാപ്പ് വഴി നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചിട്ടുണ്ട്. ഇനിയും ഏതെങ്കിലും യൂണിറ്റുകൾ കിട്ടാത്തതുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, അയച്ചു തന്നേക്കാം. എല്ലാ അംഗങ്ങൾക്കും എത്തിക്കണം. എല്ലാ വീടുകളിലും വൈകുന്നേരം ഒരു നിശ്ചിത സമയം വയ്ക്കുക. അതിനൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പ്രാർത്ഥനയൊക്കെ ചൊല്ലി വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരമാണ്. അത് ശ്രദ്ധിക്കണം എല്ലാവരും. ഈ ഒരു മാസം, ഡിസംബർ മാസം മുഴുവൻ വചന പാരായണ മാസമായിട്ട് ബൈബിളുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് വായിക്കേണ്ട ഭാഗങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തുടർച്ചയായിട്ടും വായിക്കാം. വിവാഹ അറിയിപ്പ്. നമ്മുടെ ഇടവക കാരിപ്പുറ അരുൺ, അതിരൂപതയിലെ നോർത്ത് കിടങ്ങൂർ ഇടവക കൂരൻ താഴത്തുപറമ്പിൽ അജീന എന്നിവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തി. വിവാഹം നവംബർ 30-ാം തീയതി. ഏതെങ്കിലും തരത്തിൽ കാനൂനിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ വികാരിയച്ഛനെ അറിയിക്കണം. പ്രതിരോധ ഹോമിയോ മരുന്നിൻ്റെ 3-ാം ഡോസ് ദയവായിട്ട് ഭാരവാഹികൾ അംഗങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇടവകയിലെ ഒരു ജനറേറ്റർ വിൽപ്പനയ്ക്കുണ്ട്. താല്പര്യമുള്ളവർക്ക് കൈക്കാരനെ സമീപിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഡിസംബർ 5-ാം തീയതി ശനിയാഴ്ചയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള കൊട്ടേഷൻ സമർപ്പിക്കാം. താല്പര്യമുള്ളവർക്ക് അന്നേ ദിവസം വൈകിട്ട് 5 മണിക്കായിരിക്കും ജനറേറ്ററിൻ്റെ ലേലം നടത്തുന്നത്. ലേലത്തിലോ കൊട്ടേഷനിലോ ഏതാണോ കൂടുതൽ തുക അതിനായിരിക്കും വില ഉറപ്പിക്കുന്നത്. പള്ളി ഒരു അടിസ്ഥാന വില നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ മാത്രമേ അത് വിൽക്കുന്നതായിരിക്കുള്ളൂ. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്കും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.